തിരുവനന്തപുരം മാറനല്ലൂരിൽ 3 വയസ്സുകാരി തലയടിച്ച് വീണ കാര്യം വീട്ടുകാരോട് മറച്ചുവെച്ച അംഗനവാടി അധ്യാപിക. ഉച്ചയ്ക്ക് നടന്ന സംഭവം രാത്രിയാണ് വീട്ടുകാർ അറിഞ്ഞത്. കുട്ടിയുടെ തലയോട്ടിക്ക് പൊട്ടലുണ്ട്. അജീഷ് കുമാർ തിരുവനന്തപുരത്ത് ചേർന്നു. അജീഷ്, വീണയുടൻ കുട്ടി കരഞ്ഞിട്ടുണ്ടാകും, മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും അധ്യാപിക പറയാതെ രാത്രി വേദന കലശലായപ്പോൾ മാത്രം വീട്ടുകാർ വിളിക്കുന്നു. അപ്പോൾ വീണ കാര്യം പറയുന്നു. അതാണോ സംഭവിച്ചത്? കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഏറ്റവും പുതിയ വിശദാംശം. സുഹൈൽ, ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഈ അംഗനവാടിയിൽ വെച്ചാണ് ഈ കുട്ടിക്ക് ഈ വീഴ്ച സംഭവിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് ഈ അച്ഛൻ രതീഷ് ഈ വൈഗയെ വിളിക്കാനായി ഈ അംഗനവാടിയിലെത്തി. ഇരട്ട കുട്ടികളാണ്. ഈ വൈഗയ്ക്കൊപ്പം ഒരു ആൺകുട്ടി കൂടിയുണ്ട്. അവരും ഈ അംഗൻവാടിയിൽ തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ ഈ രണ്ടുപേരെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ഈ അംഗൻവാടിയിൽ എത്തിയ സമയത്ത് ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നീര് ഈ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ ഉറങ്ങിയതിൻ്റെ ക്ഷീണമാകാം കാരണമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് വീട്ടിലെത്തി ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് ഈ കുട്ടി ഛർദ്ദിക്കുന്നത്. മാത്രമല്ല കുട്ടിയുടെ കണ്ണിലും പഴുപ്പ് ശ്രദ്ധിച്ചിരുന്നു. തുടർന്നാണ് ഈ അംഗനവാടിയിൽ അധ്യാപികയെ അച്ഛൻ വിളിക്കുന്നത്. വെച്ചപ്പോഴാണ് ഈ കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കസേരയിൽ നിന്ന് വീണതെന്ന് അധ്യാപിക പറയുന്നത്. അങ്ങനെ പിന്നീട് വൈകിട്ട് രാത്രിയോടെയാണ് SIT ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. SIT ആശുപത്രിയിൽ കൊണ്ടുവന്ന് എക്സ്റേ എടുത്തു നോക്കുമ്പോഴാണ് കുട്ടിയുടെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ നട്ടലിനും ഗുരുതരമായ ക്ഷതമേറ്റിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ കസേരയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരിക്കുണ്ടാകാൻ സാധ്യത കുറവാണ്. കുറച്ച് ഉയരത്തിൽ നിന്ന് വീണാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തുടർന്ന് നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ബാലാവകാശ കമ്മീഷൻ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ശരി, അജീഷ് കുമാറാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.